أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഇന്ന് നിങ്ങളോട് പറയുന്ന വിഷയം ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്ർ മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹിക്ക് ശേഷവും നിങ്ങൾ സലാം വീട്ടിയ ഉടനെ അതേ ഇരുത്തത്തിൽ ഒരു ഭാഗത്തിലേക്കും തിരിയാതെ ഒന്നും സംസാരിക്കാതെ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാധാരണ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവർക്കറിയാം, ഇമാമ് ഈ 2 നിസ്കാരങ്ങളിൽ സലാം വീട്ടിയാൽ പെട്ടെന്ന് മൗമൂമിങ്ങൾക്കുള്ളതായ ഭാഗത്തിലേക്ക് തിരിയാറില്ല. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷമേ മൗമൂമിങ്ങൾക്കുള്ളതായ ഭാഗത്തിലേക്ക് തിരിയാറുള്ളൂ. എന്തേ കാരണം? അവിടെ ഈ ദിക്ർ ചൊല്ലാറുണ്ട്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലണം. അതായത് സുബ്ഹി, മഗ്രിബ് എന്നീ നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടനെ ഒരു ഭാഗത്തിലേക്കും തിരിയാതെ ഒന്നും സംസാരിക്കാതെ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലണം. എന്നാൽ നിങ്ങൾക്ക് 10 നന്മകൾ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം തുബ്രാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. 10 നന്മകൾ ലഭിക്കും, 10 ദോഷങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. നിങ്ങൾക്കുള്ളതായ 10 ദോഷങ്ങൾ, നമ്മളുടെ 10 ദോഷങ്ങൾ എല്ലാ ദിവസവും പൊറുക്കപ്പെടും. മഗ്രിബിന് ചൊല്ലിയാൽ 10 ദോഷം പൊറുക്കപ്പെടും, സുബ്ഹിക്ക് ചൊല്ലിയാൽ 10 ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു ദിവസം 20 ദോഷങ്ങൾ നമ്മളിൽ നിന്ന് പൊറുക്കപ്പെടുമ്പോൾ ഒരു മാസമാകുമ്പോൾ എത്ര ദോഷങ്ങളാണ് നമ്മളിൽ നിന്ന് പൊറുക്കപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരിക്കലും ആരും മറന്നു പോകരുത്. അപ്പോൾ ഈ ദിക്ർ ചൊല്ലിയാൽ 10 ദോഷങ്ങൾ പൊറുക്കപ്പെടും. 4 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. ഒരു അടിമനെ തന്നെ മോചിപ്പിച്ചാൽ അയാൾക്ക് സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 4 അടിമകളെ മോചിപ്പിച്ചതായ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഒരാള് രാവിലെ ഈ ദിക്ർ ചൊല്ലി, അതായത് സുബ്ഹി സമയത്ത് ചൊല്ലിയാൽ, അതായത് സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ ചൊല്ലിയാൽ വൈകുന്നേരം വരെ എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്ന്, ശൈത്വാനിന്റെ വഞ്ചനയിൽ നിന്ന്, ചതികളിൽ നിന്ന് അയാൾക്ക് കാവൽ ലഭിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം ചൊല്ലിയാൽ രാവിലെ സുബ്ഹി വരെ എല്ലാവിധ ശൈത്വാനിയത്തിൽ നിന്നും, എല്ലാവിധ ചതികളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും അയാൾക്ക് കാവൽ ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിക്ർ മഗ്രിബ്, സുബ്ഹി നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഈ ദിക്ർ ഒരിക്കലും ഒരാളും മറന്നു പോകരുത്. വലിയ അത്ഭുതമുള്ള 4 ഫലങ്ങൾ, 4 നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതായ വലിയ അത്ഭുതമുള്ള ദിക്റാണ്. ഒരുപാട് മറ്റുള്ള മഹത്വങ്ങളും ഈ ദിക്റിന് കൊണ്ട് ഇവിടെ ചൊല്ലിയാൽ ഈ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ എല്ലാ സമയങ്ങളിൽ ചൊല്ലാനും പ്രത്യേകിച്ച് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.